അസ്സലാമു അലൈക്കും. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നിങ്ങളെൻ്റെ കഥകളൊക്കെ കേൾക്കാറില്ലേ? സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോവാം ഇൻഷാ അല്ലാ. എല്ലാവർക്കും പ്രിയങ്കരനായ അഫ്സൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നു. കാട്ടുതീ പോലെ ആ വാർത്ത നാട്ടിലാകെ പടർന്നു. വൃദ്ധരായ അഫ്സലിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞങ്ങളുടെ മോനെ എങ്ങനെയാ ഇങ്ങനൊരു സ്ഥിതി വന്നത്? എൻ്റെ മോൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാണല്ലോ. എന്നിട്ടും എല്ലാ കഷ്ടപ്പാടിലും പിടിച്ചു നിന്നിരുന്ന മുക്രിക്ക പോലും തേങ്ങിക്കരഞ്ഞു. അനിയത്തി ഇക്കാക്കാനെ വിളിച്ച് വിതുമ്പി. കേട്ടവരൊക്കെ മൂക്കത്ത് കൈവച്ചു. ഇത്രയും നല്ലൊരു ചെക്കനെ അവിടെ പോയിട്ട് എന്താ പറ്റി? പാവം ചെക്കനായിരുന്നു. അത്യാഗ്രഹമൊന്നുമില്ലാത്ത മോനായിരുന്നു. എന്ത് പറ്റിയാവോ? എല്ലാവരും പരസ്പരം പറഞ്ഞു. അമിതമായി ആഗ്രഹങ്ങളില്ലാത്ത ഒരു പാവമായിരുന്നല്ലോ മുക്രിക്കാൻ്റെ മോനെ. ചിലർ സങ്കടത്തോടെ പരിതപിച്ചു, മറ്റു ചിലർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ക്യാഷ് കയ്യിൽ വന്നപ്പോൾ മതിയാവാഞ്ഞിട്ട് കൂടുതലുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും. അതല്ലേ ഇങ്ങനെ പിടിക്കപ്പെട്ടത്. അല്ലാതെ വെറുതെ ഒരാളും ജയിലിലൊന്നും ആവില്ലല്ലോ. ആളുകൾ പലതും പറയാൻ തുടങ്ങി. എല്ലാ കുറ്റങ്ങളും പരാതിയില്ലാതെ വേദനയോടെ ആ കുടുംബം ഏറ്റുവാങ്ങി. റബ്ബിലേക്ക് അർപ്പിച്ച് വീണ്ടും ദിവസങ്ങൾ തള്ളി നീക്കി. സിദ്ദീഖ് നാട്ടിൽ പോയതിൽ പിന്നെ അഫ്സലിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആകെയുള്ള സമാധാനം സിദ്ദീഖായിരുന്നു. എന്നാലും അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? എന്തായിരിക്കും എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും അസ്നയോടും അനിയത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? അവൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. എല്ലാം അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും പ്രതികരിക്കുക? എൻ്റെ അവസ്ഥ അറിഞ്ഞ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും വേദന എത്രയുണ്ടാവും? എൻ്റെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ അസ്ന കരയുന്നുണ്ടാവോ? മറ്റേതെക്കാളും പ്രിയപ്പെട്ട തൻ്റെ ഇക്കാക്കയോർത്ത് എൻ്റെ പൊന്നുമോൾ വിങ്ങി പൊട്ടുന്നുണ്ടാവുമോ? നീലായി കൂടെയുള്ള തൻ്റെ സുഹൃത്തുക്കൾ പഹയ നീ എവിടെടാ എന്ന് പറഞ്ഞ് എന്നെ തിരയുന്നുണ്ടാവോ? അഫ്സലിൻ്റെ മനസ്സിൽ ആയിരം ചോദ്യങ്ങൾ ഓടിമറഞ്ഞു. ഉപ്പാ, എന്താ മോളെ, എന്താ നിങ്ങളെ തീരുമാനം? എൻ്റെ ഇക്കാനെ അതിനുള്ളിൽ തന്നെ ഇടാനാണോ നിങ്ങളൊക്കെ തീരുമാനം? എന്താ മോളെ നീ പറയുന്നേ? ഞങ്ങളങ്ങനെ ചെയ്യോ? പിന്നെ എന്താ നിങ്ങളൊക്കെ ഒന്നും അറിയാത്ത പോലെ ഒന്നും പറയാതെ ഇരിക്കുന്നത്? മോളെ, നമുക്ക് അത് ശരിയാക്കാം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. പെട്ടെന്നിപ്പോൾ നമുക്ക് ഇവിടുത്തെ പോലെ അവിടെ പോയി ചെയ്യാനൊന്നും പറ്റൂലല്ലോ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് ഒരു മയക്കുമരുന്നിൻ്റെ കേസിലാണ് അവനെ കുടുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റൂല. നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ അവിടെയല്ലേ. നമ്മൾ എന്താ ചെയ്യാം മോളെ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഞാൻ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങളിങ്ങനെ ആലോചിച്ച് ഇവിടെ നിന്നോ. എൻ്റെ ഇക്കാനെ എങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ഈ അസ്ന ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കൂല കേട്ടോ. ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. മോളെ, ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. വേദനയോടെ മാഷ് അവളെ നോക്കി. അദ്ദേഹത്തിൻ്റെ നോട്ടം ശ്രദ്ധിക്കാതെ അവൾ റൂമിലേക്ക് നടന്നു. അവളുടെ മനസ്സ് തേങ്ങുകയാണ്. കണ്ണുനീർ പുറത്തേക്ക് വരാതെ ഹൃദയം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ഇക്ക ജയിലറയിൽ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഈ മാളികയിൽ. അവൾ സങ്കടം കൊണ്ട് പൊട്ടി കരഞ്ഞു. അല്ലാ, എൻ്റെ ഇക്കാനെ എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണമേ നാഥ എന്നവൾ പടച്ചവനോട് കരളൊരുകി പ്രാർത്ഥിച്ചു. മോളെ, ഉമ്മാൻ്റെ വിളി കേട്ട് അസ്നയൊന്ന് തിരിഞ്ഞു നോക്കി. എന്താ ഉമ്മ? മോളെ, നീ എന്തെങ്കിലും വന്ന് കഴിക്കുക. ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ. ഇങ്ങനെ പട്ടിണി കിടന്ന് നീ എൻ്റെ തടി കേടാക്കല്ലേ മോളെ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ ഇങ്ങനെ പട്ടിണി കിടന്നിട്ടിപ്പോൾ ഒന്നും സംഭവിക്കില്ലല്ലോ. വേണ്ടുമ്മ, എൻ്റെ ഇക്ക വരട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചോളാം. ഇക്ക ഇപ്പോൾ വരും. എൻ്റെ ഇക്കാക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ. അവൾ സമനില തെറ്റിയ ആളുടെ പോലെ ഉമ്മയോട് പറഞ്ഞു. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? ഉമ്മ, എൻ്റെ ഇക്ക വരും. പരിസ്ഥിതി ബോധമില്ലാതെ അവൾ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഹസ്ന, സുൽഫിയുടെ വലയിൽ അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഇക്കാക്ക, എൻ്റെ ഇക്ക, എന്തെങ്കിലും ചെയ്യ് നിങ്ങൾ.
മോള് വിഷമിക്കില്ലേ, നമുക്ക് നിൻ്റെ അഫ്സലിനെ കൊണ്ടുവരാം. നീ കുറച്ച് നേരം വന്ന് കിടക്ക്, ഭക്ഷണം കഴിക്ക്, എന്നിട്ടൊന്ന് കുറച്ച് നേരം വന്ന് റെസ്റ്റ് എടുക്ക്. അനിയത്തിയെ ചേർത്ത് പിടിച്ച് സുൽഫി റൂമിലാക്കി. ആ കിടപ്പിലും അവൾ നിന്നിരുകി. തൻ്റെ പ്രിയതമനെ ജയിലിലാണെന്നറിയാതെ സംശയിച്ചതും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചതിനും അസ്നയുടെ മനസ്സിനെ വല്ലാതെ തളർത്തി. എന്ത് ചെയ്യണം എന്നറിയാതെ അസ്ന വല്ലാതെ പ്രയാസപ്പെട്ടു. ഇക്കയോടൊന്നിച്ചുള്ള ആ വസന്തകാലം അസ്നയെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരുന്നു. യാ അല്ലാ, യാ അല്ലാ, എൻ്റെ ഇക്കയോട് നേരിട്ടോ ഫോണിലൂടെ ഒന്ന് മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. മനസ്സിൻ്റെ വിഷമം താങ്ങി നിർത്താവാനാവാതെ അസ്ന ഓരോ നിമിഷവും കണ്ണുനീർ വാർത്തു. ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ അസ്നയുടെ ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ ആ അവസ്ഥ ആ കുടുംബത്തിന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അതിനിടയിൽ അസ്ന അഫ്സലിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാനില്ലാതെ ഉമ്മാക്കും ഉപ്പാക്കും പറ്റില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പോവാന്ന് പറഞ്ഞപ്പോൾ അവളെ ആരും തടഞ്ഞില്ല. പക്ഷേ അവളുടെ വേദന നാൾക്ക് നാൾ കൂടി വന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി. ഉടൻ അബ്ദുള്ള മാഷ് ഫോണെടുത്ത് സിദ്ദീഖിനെ വിളിച്ചു വരാൻ പറഞ്ഞു. സുൽഫിയോടും പെട്ടെന്ന് റെഡിയാൻ പറഞ്ഞു, ഒരു സ്ഥലം വരെ പോവാൻ. അങ്ങനെ സിദ്ദീഖും സുൽഫിയും അബ്ദുള്ള മാഷും കൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കി പല രാഷ്ട്രീയ നേതാക്കളെയും പ്രമുഖന്മാരെയും സമീപിച്ചു. രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരുമെല്ലാം കൈമലർത്തി. കാരണം സൗദി അറേബ്യയിൽ ജയിലിലുള്ളവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് എംബസി മുഖേന എന്തെങ്കിലും ചെയ്യാനല്ലാതെ ഒന്നും ചെയ്യാനില്ലെന്നും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം നമുക്ക് വേണ്ട രൂപത്തിൽ നടത്താമെന്നും രാഷ്ട്രീയക്കാരുടെയും പ്രമുഖന്മാരുടെയും വാക്ക് കേട്ട് പ്രതീക്ഷയോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞു. അവർ നിരാശയോടും പ്രതീക്ഷയോടും വീട്ടിലേക്ക് തിരിച്ചു. നാട്ടിൽ അഫ്സലിനെ രക്ഷിക്കാൻ കുടുംബവും വീട്ടുകാരും നാട്ടുകാരും നെട്ടോട്ടമോടുമ്പോൾ അങ്ങകിലെ സൗദി അറേബ്യയിൽ ജിസാനിൽ ഷാനവാസിൻ്റെ റൂമിൽ മറ്റൊരു ദുരന്തത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇതേ സമയം അഫ്സലിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അസ്നയും പൊന്നുമോളും വന്നിരുന്നു. അവർ കണ്ണീർ വാർത്തും പ്രാർത്ഥിച്ചും ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. അസ്നയുടെ സ്ഥിതി ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്നു. ഉമ്മയും ഉപ്പയും പൊന്നുമോളും അവളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കും. പക്ഷേ അവൾ ഒരുവിധം ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കിയാലും അവൾ കുറച്ച് തിന്ന് മതിയാക്കും. ആകെ ഒരു വല്ലാത്ത അവസ്ഥ. ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ കുടുംബം മുഴുവനും വേദനയാൽ വീർപ്പ് മുട്ടുന്നു. തങ്ങളുടെ സങ്കടം ഒരാളോടും പറയാനില്ലാതെ അള്ളാഹുവിനോട് എല്ലാ സമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇതിനിടയിൽ അസ്ന ബോധം കെട്ട് വീഴുന്നു. അബ്ദുള്ള മാഷും വീട്ടുകാരും എല്ലാവരും വന്ന് അസ്നയെ ഹോസ്പിറ്റലിലാക്കുന്നു. പ്രഷർ വളരെ കുറഞ്ഞതാണെന്നും പറഞ്ഞ് ഡോക്ടർമാർ അവൾക്ക് ഇഞ്ചക്ഷനും മരുന്നുകളും കൊടുത്ത് അവളെ അഡ്മിറ്റാക്കുന്നു. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാത്ത ഒരു അവസ്ഥ. ഇതേ സമയം അഫ്സലും ഇതേ സ്ഥിതിയിൽ തന്നെയായിരുന്നു. ഭക്ഷണവും ശരിക്കില്ല, കുളിയുമില്ല, നനയുമില്ല, വെള്ളവുമില്ല. അങ്ങനെ ആ ജയിലിൽ അവൻ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യാ അല്ലാ, ഈ നരകത്തിൽ നിന്ന് എനിക്കെന്ന് മോചനം കിട്ടും. ഒരു ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ ഞാൻ ഇവിടെ അകപ്പെട്ടത്. അല്ലാ, നീയല്ലാതെ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. നിനക്കല്ലാതെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അഫ്സൽ പൊട്ടി കരഞ്ഞു ആ ജയിലറയിൽ കിടന്നുകൊണ്ട്. ഈ വാർത്തകൾ നാടൊട്ടാകെ ചർച്ചാ വിഷയമായിരുന്നു. എല്ലാവരുടെ നാവിൻ തുമ്പിലും ഇപ്പോൾ അഫ്സലിനെ കുറിച്ചുള്ള സംസാരം മാത്രം. എങ്ങനെ അവനെ രക്ഷിക്കാനാകുമെന്ന് എല്ലാവരും ആ ഒരു സംസാരം മാത്രമായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അഫ്സലിനെ രക്ഷിക്കണ്ടേ? എല്ലാവരും ദുആ ചെയ്യണേ. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. അസ്സലാമു അലൈക്കും.